ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുലൂസ് ഡയറീസ്. ഞാൻ അശ്മി സുൽത്താന. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൊക്കാറയുടെ കെയറിംഗ് ആണ്. മൊക്കാറ എന്ന് പറയുന്നത് ഓർക്കിഡിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നതാണ് മൊക്കാറ പ്ലാന്റ്. അപ്പോൾ നല്ല വലിയ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് മൊക്കാറ. ഇതിൻ്റെ കെയറിങ് വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊക്കാറയുടെ കെയറിങ് കൂടി കാണിക്കണമെന്ന്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന നീളമുള്ള ടൈപ്പ് പ്ലാന്റ് ആണ് മൊക്കാറ എന്ന് പറയുന്നത്. ഓർക്കിഡിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ മൊക്കാറ. ഇത് നല്ല ഹൈറ്റ് വരും, നല്ല ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഈ മൊക്കാറ പ്ലാന്റ്. നമ്മുടെ ജെൻട്രോബിയം ഓർക്കിഡിനെ പോലെയല്ല, കുറച്ചുകൂടെ റേറ്റ് ഉള്ള പ്ലാന്റ് ആണിത്. സാധാരണയായിട്ട് ഒരു ഫ്ലവർ വന്നിട്ട് 3 വേരും കൂടി ഉള്ള പ്ലാന്റ് ആണെങ്കിൽ 500 റുപ്പീസാണ് റേറ്റ് വരുന്നത്. കുറച്ചുകൂടെ ലെങ്ത് ഉള്ള പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് വരും. ഇതെല്ലാം ഞാൻ സീഡ്ലിങ് വാങ്ങി വളർത്തിയ പ്ലാന്റുകളാണ്. ധാരാളം ഫ്ലവറുകളൊക്കെ തന്നിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ. മൊക്കാറയുടെ ഫ്ലവറുകൾ ഡെൻഡ്രോബിയം പോലെയല്ല, കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറുകളാണ്. നമ്മൾ കറക്റ്റായിട്ട് പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്ത് നിർത്തിയാൽ മതി. പെസ്റ്റിസൈഡിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ മൊക്കാറയ്ക്കും അതുപോലെ ബാസ്ക്കറ്റ് വാണ്ടയ്ക്കും എല്ലാം തന്നെ ലീഫുകൾ ഇതുപോലെ നല്ല നീളമുള്ള ടൈപ്പാണ്. ഡെൻഡ്രോബിയം ഫെറോപ്സിസ് ഒന്നും പോലെയല്ല. ഇത് നല്ല ലീഫുകളാണ്, നല്ല നീളമുള്ള ലീഫാണ്. അപ്പോൾ ഈ ലീഫിൻ്റെ ഇടയിൽ നിന്നാണ് ഓരോ സ്പൈക്കുകൾ വരുന്നതും അതുപോലെ റൂട്ടുകൾ വരുന്നതും. അപ്പോൾ 3 റൂട്ടുകൾ ഒന്നിച്ച് വരുവാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് പ്ലാന്റിനെ. അപ്പോൾ ഇതുപോലെ വന്നിട്ടുള്ള ഒരു ഫ്ലവർ വന്നിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന സ്റ്റെമ്മ്. ഇതുപോലെയാണ് ഇതിന് ഫ്ലവർ വരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് റൂട്ടുകളും വരുന്നത്. ഇതിൻ്റെ ഇടഭാഗത്തു നിന്നാണ് റൂട്ട് വരുന്നത്. സാധാരണയായിട്ട് ഒരുപാട് രോഗങ്ങളൊന്നും വരാത്തൊരു പ്ലാന്റ് ആണ്. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ്. പക്ഷേ നമ്മൾ ഈ ഇലയുടെ ഇടയായിട്ട് വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മെയിനായിട്ട് ഈ സ്പൈക്കും അതുപോലെ റൂട്ടും വരുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ ആ റൂട്ടും ചീഞ്ഞു പോവും. അവിടെ ആ കെട്ടി നിൽക്കുന്ന ഭാഗത്ത് സ്പൈക്ക് ഉണ്ടെങ്കിൽ അതും ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമാണ് ഈ ഒരു മൊക്കാറയ്ക്ക് വരുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലം. മഴക്കാലത്താണ് ഈ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന പ്രോബ്ലം ഉണ്ടാകുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ അധികം വെള്ളം അങ്ങനെ നിൽക്കത്തില്ല. അഥവാ നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അത് പെട്ടെന്ന് അങ്ങ് വേപ്രൈസ് ആയി പോയിക്കോളും. മഴക്കാലത്താണ് കൂടുതലായിട്ട് ആ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ മഴ ഒരുപാട് വീഴുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഈ മൊക്കാറ പ്ലാന്റ്സ് വെക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഈ സ്പൈക്കിലൊക്കെ നനഞ്ഞിരിക്കുന്നത് ഞാൻ പെസ്റ്റിസൈഡ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. പെസ്റ്റിസൈഡ് കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്റ്റ് വന്നിട്ട് ഇതിനെ നീരൂറ്റി കുടിച്ചിട്ട് ഇത് ഉണങ്ങിപ്പോവും. അത് വളരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിലും ഈ മൊക്കാറയ്ക്ക് ഒരു 80% സൺലൈറ്റും വേണം. സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഫ്ലവർ തരത്തുള്ളൂ. എങ്കിലും ഒരു 100% സൺലൈറ്റിൻ്റെ ആവശ്യം ഈ പ്ലാന്റിനില്ല. 80% എങ്കിലും നമുക്ക് സൺലൈറ്റ് ഇതിന് കിട്ടിയിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഫ്ലവർ തരും. നല്ല വലിയ ഫ്ലവറുകളാണ്, നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇതിന്. മൊക്കാറയിൽ കൂടുതൽ ഇങ്ങനെ ഡോട്ടായിട്ടുള്ള ഒരു ഷെയ്ഡ് ഇങ്ങനെ അതിൻ്റെ ഫ്ലവറിനകത്ത് കാണും. കൂടുതൽ ഫ്ലവറുകളും ഇങ്ങനെയാണ് കാണുന്നത്. മൊക്കാറയ്ക്ക് ഒരേ സമയം തന്നെ 3-4 സ്പൈക്കുകൾ ഒരുമിച്ച് വരും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഈ പ്ലാന്റിൽ 4 സ്പൈക്കുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. അതിനോട് അടുത്ത് തന്നെ ഒരുപാട് റൂട്ടുകളും വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളാണ് എല്ലാം തന്നെ. ഈ പ്ലാന്റ് ഞാൻ നല്ല വെയിലത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ്. ഉച്ചയ്ക്കും അതുപോലെ രാവിലെയൊക്കെ നന്നായിട്ട് വെയിലടിക്കുന്ന പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റ് ശരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ടൈം കഴിഞ്ഞതാണ്. കാരണം ഈ റൂട്ടുകൾ 3 എണ്ണം വരുന്ന സമയത്ത് നമുക്ക് അവിടെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്ലവർ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മന്ത്സിന് ശേഷം മാത്രമേ മൊക്കാറയിൽ ഫ്ലവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല മൊക്കാറ. കാരണം നമ്മൾ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ടല്ലേ പ്ലാന്റ്സിനെ വളർത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനധികം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വിൽക്കാനൊക്കെ ഉദ്ദേശമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. മൊക്കാറയ്ക്ക് ഫ്ലവറും റൂട്ടും ഒരുപോലെ തന്നെ ഇങ്ങനെ വരുന്നത് കാരണം നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഗ്രൗണ്ടിലോട്ട് നമ്മൾ വളരുന്നത്, താഴോട്ട് നിൽക്കുന്നതാണ് റൂട്ടും, മുകളിലോട്ട് നമ്മൾ കിളിർത്ത് വരുന്നത് സ്പൈക്കും ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ലെങ്ത് വരുമ്പോൾ തന്നെ മനസ്സിലാവും സ്പൈക്കും റൂട്ടും ഏതാണെന്നുള്ളത്. പിന്നെ ഇത് പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കരിയോടും മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഒരു 3 വർഷമൊക്കെ ആയാലും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അതുപോലെ പോട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈപ്പോ ഇതുപോലെ സപ്പോർട്ടായിട്ട് കൊടുക്കണം. ഇതുപോലെ പ്ലാൻ ചെയ്തിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്. അന്ന് ഞാൻ ഇതുപോലെ പൈപ്പാണ് കൊടുത്തത്. പക്ഷേ ഇത് ഇത്രയും വലിയ പൈപ്പിൻ്റെ ഒരു ആവശ്യമില്ല. ശരിക്കും ഒരു കമ്പ് എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പ്ലാന്റ് നടുമ്പം തന്നെ ഒരു കമ്പ് കൂടി വെച്ചിട്ട് ഒരു കയർ വെച്ച് ഇതുപോലെ ഒന്ന് കെട്ടി സപ്പോർട്ട് ചെയ്ത് നിർത്തിയാൽ മതി. പിന്നീട് ഈ റൂട്ടുകളൊക്കെ ആ കമ്പിലോട്ടും ആ ചട്ടിയിലോട്ടും ഒക്കെ
നന്നായിട്ടങ്ങ് പിടിച്ചിരുന്നോളും. ആദ്യം നമ്മളൊരു സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി, പിന്നീട് ഇതിൻ്റെ റൂട്ടുകളൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളാണ്, വളരെ ഹെവിയാണ് ഇതിൻ്റെ റൂട്ടുകൾ. ആ റൂട്ടുകൾ തന്നെ നന്നായിട്ടങ്ങ് പിടിച്ചിട്ട് നല്ല ഫിറ്റായിട്ടിരിക്കും ഈ പ്ലാന്റ്. ഈ ഭാഗത്തൊക്കെ ലീഫ് ഉള്ളതായിരുന്നു, ഇതൊക്കെ ഏജായിട്ട് അത് കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ മൊക്കാറ പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സിമെൻറ്റ് ചട്ടികളിലും പോട്ട് ചെയ്യാവുന്നതാണ്. ഹോളുള്ള പോട്ടുകൾ തന്നെ നിർബന്ധമൊന്നുമില്ല. കാരണം ഇതിൻ്റെ റൂട്ടുകളെല്ലാം ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് കാരണം നമ്മൾ ഇങ്ങനെ കുഴിച്ച് വയ്ക്കുമല്ല, അത് കാരണം ഈ ഹോളുള്ള പോട്ട് നിർബന്ധമൊന്നുമില്ല. ഇതുപോലുള്ള സിമെൻറ്റ് പോട്ടുകളിൽ നമുക്കിത് പോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കരിയോട് മാത്രം യൂസ് ചെയ്യുക, അതുപോലെ തൊണ്ട് പീസുകൾ യൂസ് ചെയ്യുകയേ വേണ്ട. തൊണ്ട് പീസ് ഇരിക്കുമ്പോഴാണ് കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. അതുപോലെ ഇതിൻ്റെ തണ്ടുകളൊക്കെ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തൊണ്ട് മാക്സിമം തന്നെ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ഫംഗിസൈഡ് കൊടുത്ത് നിർത്തിയാൽ മതി. കറക്റ്റായിട്ട് ഫംഗിസൈഡ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷമായാലും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഫംഗിസൈഡിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. പോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതുപോലെ ഒരു കമ്പോ എന്തെങ്കിലും കമ്പികളോ ഒരു സപ്പോർട്ടിന് വേണ്ടി ആ തൈയോടൊപ്പം തന്നെ വെച്ച് കെട്ടി കൊടുക്കുക. മൊക്കാറ പ്ലാന്റ്സിന് ഹൈറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും കമ്പികളൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഓർക്കിഡുകൾക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസറുകൾ തന്നെയാണ് മൊക്കാറയ്ക്കും കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കാർട്ടിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ വാച്ച് ചെയ്യാവുന്നതാണ്. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മൊക്കാറയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറുകളൊക്കെ തരും. അപ്പോൾ എല്ലാ ഓർക്കിഡുകൾക്കും ഓരോ രീതിയിലുള്ള ഫെർട്ടിലൈസറുകളാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മൊക്കാറയുടെ കെയറിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.